ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പ്രസാദ് ബ്രിസ്റ്റലിൽ നിന്നാണ്. വളരെ കാലമായിട്ട് ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് എന്തുകൊണ്ടങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പല തിരക്കുകളൊക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു വീഡിയോ ഇടാൻ പറ്റാതെ പോയത്. എനിവേ, ഈ വീഡിയോ ഇടുന്നത് ലാൻഡ് ലോഡ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടി മേടിച്ച് സ്വന്തമായിട്ട് മാനേജ് ചെയ്ത് വാടകയ്ക്ക് കൊടുക്കുന്ന UK എല്ലാ ലാൻഡ് ലോഡ്സിനും വേണ്ടിയിട്ടാണ് ആ വീഡിയോ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈയിടെ നമ്മൾ ലേബർ കയറിയ പിന്നെ വളരെയധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതിയാണ് റൂൾസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. പല ലാൻഡ് ലോഡ്സിനും പല രീതിയിലുള്ള ഭീമമായ പെനാൽറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ ഞാൻ വായിച്ചു, ഒരു സ്ഥലത്ത് 8,000 പൗണ്ടാണ് ഒരു ലാൻഡ് ലോഡിന് പിഴ അടയ്ക്കേണ്ടി വന്നത്, കൗൺസിൽ അടയ്ക്കേണ്ടി വന്നത്. കാരണം ആ ലാൻഡ് ലോഡ് കൗൺസിലിനോട് എഴുതി ചോദിച്ചായിരുന്നു, എനിക്ക് ലൈസൻസ് വേണോ. അപ്പോൾ ആ സമയത്ത് ലൈസൻസിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ കൗൺസിൽ തിരിച്ച് റിപ്ലൈ അയച്ചു, ലൈസൻസിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൗൺസിലിൻ്റെ പോളിസി ചേഞ്ചായി, അവർക്ക് ലൈസൻസ് വേണമെന്ന് വന്നു. പക്ഷേ ആ ഒരു ഇൻഫർമേഷൻ ഇമെയിൽ വഴിയും ഫോൺ വഴിയൊക്കെ ഈ ലാൻഡ് ലോഡിനെ കൺവിൻസ് ചെയ്തതായിരുന്നു. പക്ഷേ ലാൻഡ് ലോഡ് അത് വകവെച്ചില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഈ കൗൺസിൽ വീട്ടിലേക്ക് ലെറ്റർ അയച്ചു. ലെറ്റർ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ടെന്നന്റ് ആ ലെറ്റർ കാണുകയും ലാൻഡ് ലോഡിന് ലൈസൻസ് ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയും പിന്നെ അദ്ദേഹം റെൻറ്റ് കൊടുക്കാതിരുന്നു. ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു, മലയാളികൾ ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ റെൻറ്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ ലാൻഡ് ലോഡ് കോടതിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കോടതി വിധിച്ചു, നിങ്ങൾക്ക് ലീഗലി റെൻറ്റിന് കൊടുക്കാൻ അവകാശമില്ല, നിങ്ങൾ കംപ്ലൈൻസ് ഒന്നും കീപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ 6,000 പൗണ്ട് ഏതാണ്ട് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് കൊടുക്കാൻ ഉള്ളതും പ്ലസ് ഒരു 7,000 പൗണ്ടും കൂടി ടെനൻറ്റിന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ലാൻഡ് ലോഡിന് പോയ സംഭവമാണ്, ഈ കഴിഞ്ഞ മാസം നടന്ന സംഭവമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. അപ്പോൾ നമ്മൾ ലാൻഡ് ലോഡ്സ് എല്ലാവരും കംപ്ലൈൻറ്റ്സ് ചെയ്യണം, ലീഗൽ ഡോക്യുമെൻറ്റ്സ് പ്രോപ്പർ ആയിരിക്കണം. നമ്മൾ ജസ്റ്റ് കോൺട്രാക്റ്റ് എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രം ശരിയാകത്തില്ല. അപ്പം എനിവേ ഞാൻ കുറേ പ്രോപ്പർട്ടികളെല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഏജൻസി പോലെ തുടങ്ങിക്കൂടാ. അപ്പോൾ ഇവിടെ UK ഏജൻസി തുടങ്ങാനും വളരെ ഭാരിച്ചൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഏജൻസിയുടെ കംപ്ലയിൻറ്റ്സ് എല്ലാം കഴിഞ്ഞ് ഞാനിപ്പം ഏജൻസി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാനുണ്ട്. എന്നിരുന്നാലും ഞാനങ്ങനെ വളരെയധികം അഡ്വർടൈസ് ചെയ്യുന്നില്ലായിരുന്നു. ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, എന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം എനിക്കും ഇതിൻ്റെ ലീഗൽ സൈഡൊക്കെ പഠിക്കണമല്ലോ. അങ്ങനെ ഏകദേശമൊക്കെ ലീഗൽ സൈഡൊക്കെ ആയി, ഞാൻ കാര്യങ്ങളെല്ലാം ആയി, ഏകദേശം ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം UK എവിടെയുള്ള ലാൻഡ് ലോഡ്സ്, UK ഏത് ലാൻഡ് ലോഡ്സും നിങ്ങളുടെ പേപ്പർ വർക്കുകൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. എവിടെയാണേലും എനിക്കത് നിങ്ങളുടെ ടെനൻസിൻ്റെ ഇൻഫർമേഷൻ തന്നാൽ മതി. പേപ്പർ വർക്കുകളെല്ലാം കോൺട്രാക്റ്റ് റൈറ്റ് ചെയ്ത് തരും, അതുപോലെ ഡിപ്പോസിറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് തരും, റെഫറൻസിങ്ങും. പിന്നെ ഇതെല്ലാം പേപ്പർ വർക്കിന് കൂടാതെ ഗ്രൗണ്ട് വർക്കുകളും ഉണ്ട്. അതെല്ലാം നിങ്ങൾ ലീഗലി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തും. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചിലർക്ക് പല കാര്യങ്ങളും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അറിയാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോടതി പോയി കഴിഞ്ഞാൽ വളരെയധികം പെനാൽറ്റികൾ അടയ്ക്കേണ്ടി വരും. അപ്പം ഈ സാധാരണ ഏജൻസികൾ ചാർജ് ചെയ്യുന്നത് 90% റെൻറ്റിൻ്റെ 90%ഉം പ്ലസ് VAT എല്ലാം കൂടി ഒരു മാസം റെൻ്റ് അങ്ങ് പോകും. ഇത് ഞാൻ 90% പകരം 10% ഞാൻ ചാർജ് ചെയ്യുന്നുള്ളൂ. ലീഗലായിട്ട് തന്നെയാണിത് കമ്പനി ഇരിക്കുന്നത്. എൻ്റെ കമ്പനിയുടെ പേരാണ് K ജോൺസ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡ്. അപ്പോൾ അത് കമ്പനി ഹൗസ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ കമ്പനിയുടെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക എനിക്ക്. ഞാൻ ഫേസ്ബുക്കിൻ്റെ ഒരു പേജ് ഇവിടെ ടാഗ് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പേപ്പർ വർക്കും ഗ്രൗണ്ട് വർക്കും എല്ലാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ലീഗലി കംപ്ലയിൻറ്റ്സ് ആക്കി ശരിയാക്കി തരും. അത് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇമെയിൽ അയച്ച് നിങ്ങൾക്കെല്ലാം ഓക്കെ ആക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. കാരണം നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊക്കെ ഞാൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ടെനൻസി എഗ്രിമെൻ്റൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാമായിരുന്നു. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ക്ഷമിക്കണം, ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഏജൻസിയായി. അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ
ഈ ടെനൻസിനെ പല രീതിയിലും പല ഏരിയയിലും പല ഡിപ്പോസിറ്റ് പറ്റിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. ആ സഹായം ഞാൻ നടത്തിയിട്ടൊന്നുമില്ല. അത് ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അവിടെ വീട്ടുവാടകയ്ക്ക് താമസിക്കും പലരും എന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇന്നലെയും വിളിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങളെ ഏതെങ്കിലും ഏജൻസി പറ്റിക്കോ നിങ്ങളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അതിന് പ്രത്യേക ചാർജൊന്നുമില്ല. ഞാൻ ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്തു തരുന്നത്. പക്ഷേ ലാൻഡ് ലോഡിൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ചെറിയൊരു കാര്യമാണെങ്കിലും. അപ്പോൾ അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞാനും ലാൻഡ് ലോഡാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏജൻസി എല്ലാ രീതിയിലുള്ള പേപ്പർ വർക്കും നമ്മൾ ചെയ്തു തരും. കംപ്ലയിൻറ്റ്സ് നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.